റിസൾട്ട് എത്തുന്നിട്ടുള്ളൂ. കേട്ടിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. ചീത്ത അറിയോ? ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. സ്വാഗതം പറ ആദർശേ. വായിലെന്താ? വായില് കേക്കും പിന്നെ ചെറി. അപ്പോ നമ്മൾ എന്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്? എന്തിനാ? കേട്ടിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. തോൽക്കാണെങ്കിൽ നമ്മളിത് അപ്ലോഡ് ചെയ്യില്ല. അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ഉറപ്പില്ല. ഈ എക്സാം എഴുതുമ്പോഴേ എന്തോ ഇവിടെ പരിപാടി എടുക്കണേന്നല്ല ആദർശം. എന്തോ ഉണ്ടായിരുന്നു. ജനുവരി 12-നായിരുന്നു എക്സാം തോന്നണു. മറ്റേ ഈ വീടിൻ്റെതായിരുന്നില്ലേ? അന്ന് വീട്ടിലത്തെ പണിയും കാര്യങ്ങളും ഒരലച്ചില് പോയി സത്യം പറഞ്ഞ എഴുതിയൊരു പരീക്ഷയായിരുന്നു. അപ്പോ എന്താണ് ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ആദർശനക്ക്? പ്രവചിച്ചു അല്ല, അതിന് മുന്നേ നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് അച്ഛന്റെ ബർത്ത്ഡേക്ക് വാങ്ങിയ കേക്കാണ്. അപ്പൊ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആദർശമുണ്ട്. ആദർശനും നമ്മുടെ ഈ റിസൾട്ട് തോൽക്കാൻ പോകുന്ന റിസൾട്ട് കാണാൻ അല്ലെ ആദർശം കാത്തിരിക്കുകയാണ്. യോഗ ഉണ്ട് ആദർശേ. മുട്ടേറ് ഉണ്ടാവുന്നതാണ് അവിടെ. അതെ, റിസൾട്ട് ആരാ നോക്കണത്? ശരത്തേട്ടനാണ് നോക്കണത്. ശരത്തേട്ടനേടെ പറ. റിസൾട്ട് നോക്കാൻ നേരത്തെ ശരത്തേട്ടൻ അവിടെ പോയി. ശരത്തേട്ടൻ ഇന്ത്യക്കാരുടെ ടെൻഷൻ ശരത്തേട്ടനാണ്. അതെ, അപ്പൊ ശരത്തേട്ടൻ ബാത്റൂമിലാണ്. ഇന്ന് വരും തോന്നുന്നില്ല. അപ്പൊ അതാ നമ്മുടെ റിസൾട്ട് നമുക്ക് നോക്കാം. റിസൾട്ട് നോക്കാൻ ആള് ശരത്തേട്ട് എത്തിയിട്ടില്ല. ഓൺ ദി വേ കക്കൂസിൽ നിന്ന് ശരത്തേന്റെ ഒരു മാസ് എൻട്രി പ്രതീക്ഷിക്കാം. അതെ, അപ്പൊ വൈശു പറയുന്ന കിട്ടുന്നതാണ്. എനിക്ക് തീരെ പ്രതീക്ഷ ഇല്ല കേട്ടോ. പിന്നെ ഞാന് ഈ പരീക്ഷ വല്ലാണ്ട് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്കിവിടെ നല്ല തിരക്കായിരുന്നില്ല ആ സമയത്ത്, ഓടല്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ. അപ്പം ജസ്റ്റ് വെറുതെ ഒന്നും എടുക്കല്ല, അവരുള്ളതല്ലേ. തോറ്റാലും ഞാൻ തേടും. എന്താ തോറ്റാലും നമുക്ക് കിട്ടാല്. പിന്നെ കേട്ടിട്ട് ഫസ്റ്റ് കിട്ടിയോണ്ട് എനിക്ക് ഒരു സന്തോഷമുണ്ട്. ഒന്നെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് 2 കിട്ടിയിട്ടില്ലെങ്കിലും പോട്ടെ എന്നുള്ളൊരു മൈൻഡാണ്. വൈശു നോക്കുന്നുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നാണ് പറയുന്നത്. അത് നമുക്കിനി ശരത്തേട്ടനെ കാത്തിരിക്കാം. ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ് വൈശു. നെഞ്ചമേ കാതോരം സീരിയസ്ലി ഞാൻ ഉണ്ടാക്കിയ പാട്ടാണത്. റിസൾട്ട് എത്തുന്നിട്ടുള്ളൂ. ഇതാണെങ്കിൽ പറ്റാത്തത് അതെ ജയിച്ചോ? തോറ്റാലും ആ അടിപൊളി. വൈശു ഇല്ലട്ടോ, എനിക്ക് ഫസ്റ്റ് കിട്ടിയതാണ്. 2-നൊന്നും ചെലവില്ല. എന്താ ഇത്? പിന്നെ കിട്ടാൻ എളുപ്പം. അപ്പൊ ചെലവിനുള്ള പൈസ ഇതൊന്നല്ല. ഇത് ഞാൻ ടച്ച് തന്നെയാ. അല്ല, എനിക്ക് ഇടയ്ക്കുള്ള ഒരു സ്വഭാവം എന്താ പറയാ, പേഴ്സിൽ ഞാൻ സൂക്ഷിച്ചിരിക്കില്ല. പേഴ്സിലുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെലവാക്കും. അപ്പൊ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും പേപ്പറിലൊട്ടേക്കില്ല. നമ്മള് വൈഫൈ തേടി എത്തിയിരിക്കുകയാണ്. കേട്ടിട്ട് റിസൾട്ട് ജനുവരി. എന്റെ ഈ പോരി ചെയ്താ ഞാൻ 2025 ജനുവരി 24 അല്ലേ? 25 ശരത്തേട്ടാ. ശരത്തേട്ട കിട്ടിയിട്ടില്ലെങ്കിൽ ചീത്ത അറിയോ?
ശരത്തേട്ടൻ കണ്ടില്ല. എന്റെ മോൻ കണ്ട ടെൻഷൻ ശരത്തേട്ടനെ കണ്ടിട്ടുള്ള ടെൻഷൻ. കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടോ കിട്ടിയാ കണ്ടില്ല. കണക്കൂട്ടി വെക്കാം. അത് കിട്ടിയില്ല. എന്തായാലും എന്റെ പൈസ പോകും. ഒരു മിനിറ്റ് കെടുത്തല് മിനിറ്റ് അതല്ല ഒരു മിനിറ്റ്. അതാ കോഴിപ്പേര് കിട്ടി. അതൊക്കെ പോയി. അതൊക്കെ വെറും വാഗ്ദാനങ്ങൾ. 85. 85. പാസായി. എന്താണ് പറയാനുള്ളത്? താങ്ക് യു. ഇനി അതിന് പൈസ ചെലവാക്കണ്ടല്ലോ. കേട്ടിട്ട് 2 കിട്ടി guys. കിട്ടി guys. ഞാൻ പറഞ്ഞില്ല റിസൾട്ട് ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടാണ്. ഉണ്ണിമയുടെ അധ്വാനം. ഉണ്ണിമയുടെ അധ്വാനം പഠിച്ചിട്ടില്ല. പിന്നെ വെറുതെ തന്നായിരിക്കുമല്ലോ അവര്. കിട്ടിയിട്ടെ ശരത്തേട്ടൻ എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഫലം അധ്വാനിച്ചതിന് റിസൾട്ട്. അതെ. അല്ലേ ഇനിയും പൈസ നമുക്ക് സേവ് ചെയ്ത് തന്നതിന്. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടിട്ട് 2 എഴുതണം. 1 നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്നു. അപ്പൊ 2 ഒന്ന് ജസ്റ്റ് പോയി എഴുതി നോക്കിയതാണ്. അധ്വാനത്തിന്റെ ബലം. ഉറക്കൊഴിച്ച് പഠിച്ചതിന്റെ കിട്ടി. ചേട്ടന് ശരത്തേട്ടാ വേണ്ട. ഇല്ല അത് ശരത്തേട്ട ക്യാഷ് കൊടുത്ത് കയറ്റും. ലക്ഷങ്ങൾ ഒരിക്കലും നടക്കില്ല. ആദർശ് വലിയൊരു അധ്വാനത്തിന്റെ റിസൾട്ട് ഞങ്ങൾ ഇവിടെ കണ്ടിരിക്കുന്നു. അതെ. ഇനി പുതിയൊരു തുടക്കം. ഇനി അടുത്ത ഞങ്ങളുടെ LPUP മിഷനിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് അല്ലേ? പറയാണേ വെറുതെ പറയുന്നില്ല, അല്ലാതെ തന്നെ വെറുതെ വിടില്ലേ. അത്ര ബുദ്ധിയൊന്നും കേട്ടോ. ഉണ്ട്. അത് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഇതൊന്നും എനിക്കില്ല. അപ്പോൾ താങ്ക് യു ഫോർ റൊമാൻസ് പറ്റില്ല. ഇവിടെ സിംഗിൾ പസംഗങ്ങളുണ്ട് കുറെ. 2 ആള് സിംഗിൾസ് ആണ്. അതുകൊണ്ട് ഞാൻ നോക്കിയത് ശരത്തേന് ഇത് സ്റ്റാറ്റസ് പത്രം ഇങ്ങനെ ഞാൻ സമ്മതിക്കണമില്ല. എന്റെ ഫോണിൽ ഇടണ്ടെന്ന് പറഞ്ഞ് ശില്പ സീറ്റ് ചെയ്യും. ഇടും ഞാൻ. എനിക്ക് അങ്ങനെ ഇതാക്കണ്ട. അപ്പോൾ കേട്ടിട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട. ഇനി അടുത്ത തവണ എഴുതുക. കേട്ടിട്ട് 1 ആണെങ്കിലും 2 ആണെങ്കിലും നല്ല ടഫാണ് ഇപ്പൊ. പണ്ടത്തെ പോലെ ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ. ചിലർ പറയും എന്താ പഠിക്കാതെ വെറുതെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നു. അപ്പോൾ വെറുതെ കേട്ടോ, നന്നായി പഠിച്ചു പോവാ എന്ന് ഇങ്ങനെയൊക്കെ മാർക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. ഞാൻ നോക്കിയിട്ടുണ്ടോ? എന്നാലും പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഇന്ന് അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. ഞാൻ കേട്ടിട്ട് 1-ന് എല്ലാവരും ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. അടിച്ചത്രയും പഠിച്ചിട്ടില്ല. എല്ലാവരും LPUPക്ക് നല്ലോണം ട്രൈ ചെയ്യാം. അതെ. അപ്പോൾ കിട്ടിയവരൊക്കെ ഇനി അടിപൊളി റിസൾട്ടുകളായിട്ട് വരിക. അപ്പോൾ ഓക്കെ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി എല്ലാവരോടും ബൈ ബൈ.